കൊച്ചി കപ്പലിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ വന്നാണ് തേവര. കൊച്ചി കപ്പലിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ വന്നാണ് തേവര. ചരക്കപ്പലുകൾ കിടക്കുന്ന സ്ഥലമാണ്. ചരക്കപ്പലുകളാണത് ഷിപ്പ് യാർഡിൽ കിടക്കുന്നതാണ്. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. നാളത്തിൻ്റെ ഡ്രൈവിലെത്തി. മറൈൻ ഡ്രൈവിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിവിടുന്ന് ബോട്ടിങ്ങിന് നമ്മൾ ടൂർ പോകാനുള്ള സ്ഥലം അങ്ങ് കാണുന്നതാണ്. ബോട്ട് ജെട്ടിയാണ്. അവിടെ നിന്ന് യാത്രാ ബോട്ടുകളുണ്ട്. ഇത് മറൈൻ ഡ്രൈവിൽ ഇവിടെ വന്ന് വിളക്കുകളൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തേക്ക് നേരെ വന്ന് കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാം. ഇത് ഇതിന് നടുക്കോടെയാണ് ഇത് ഒഴുകുന്നത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ വിളക്കോളം ഇരിക്കാൻ കേട്ടോ. ആരും ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും എന്തായിരിക്കുന്നത് എന്തിനായിരിക്കുന്നതെന്നൊന്നും ചോദിക്കില്ല. ഇവിടെയൊക്കെ ഒത്തിരി പൈസ ഇല്ലാത്തവരും റൂമെടുക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. വിളക്കോളം ഇരിക്കാറുണ്ട്. മഴയത്തൊന്നും നടക്കില്ല. ബോട്ടാണ്, അതിനകത്തെ പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എൻജോയ് ചെയ്ത് അവർ മൊത്തത്തിൽ ബുക്ക് ചെയ്ത് പോകാൻ തോന്നുന്നു. അവരങ്ങനെ അവിടെയൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥയുടെ അംശം ഈ ചേട്ടനെ വെച്ച് പറയാം. ആ ചേട്ടന് ഇരിക്കാൻ വേണമെങ്കിൽ കാലും വയ്യ, ഇത്രയും പ്രായമായി. അദ്ദേഹം ഭിക്ഷ എടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ 2 കമ്പം കുത്തിപ്പിടിച്ച് അദ്ദേഹം ഭിക്ഷ എടുക്കുകയാണ്. കാരണം അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിൻ അയാൾ എടുത്താലേ അദ്ദേഹത്തിന് കൂടുതൽ പൈസ കിട്ടുള്ളൂ. ആ ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തൊഴിലിനോട് കാണിക്കുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ നമ്മുടെ തൊഴിലിനോട് എന്ത് ജോലിയാണേലും ഉത്തരവാദിത്തം കാണിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ഈ ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ എന്ത് ജോലിയിലും. മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. ബി ഫ്രാങ്ക്, വളരെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന ഒരവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അന്ന് ഞാൻ വെളുക്കോളം ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വന്നിരിക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് നല്ല AC ഒരു സ്യൂട്ട് റൂം എടുത്ത് തന്ന് അങ്ങനെ വന്നതാണ്. എന്നിട്ട് ഞാനിവിടെ വന്നതാണ് എപ്പിസോഡ് ചെയ്യാനായിട്ട്. ഇന്ന് കൈ നിറയെ പൈസയുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കാനാണ്. ഞാൻ ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫേസ്ബുക്കിൻ്റെ റീച്ചിനൊക്കെ എനിക്ക് 5000 ഫോളോവേഴ്സ് നേരത്തെ ആയതാണ്. 4 മാസം മുമ്പായതാണ്. പക്ഷേ 60,000 വാച്ച് മിനിറ്റ് വേണമായിരുന്നു. ഒരു 1.5 മാസം മുമ്പ് എനിക്ക് 14,000 വാച്ച് മിനിറ്റ് ഉള്ളായിരുന്നു. ഇപ്പോൾ അത് സന്തോഷത്തോട് പറയട്ടെ 50,000 വാച്ച് മിനിറ്റായി. ഞാൻ 40 ദിവസം കൊണ്ട് അത് നേടിയെടുത്താണ്. ഇനി 10,000 വാച്ച് മിനിറ്റും കൂടെ എനിക്ക് മതി. എനിക്ക് റിട്ടേൺ ഫേസ്ബുക്കിൽ നിന്ന് വന്ന് തുടങ്ങാൻ. ബാക്കിയെല്ലാം എനിക്ക് മോട്ടിവേഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. ആ സന്തോഷം കൂടെ അറിയിക്കാനാണ്. നമ്മൾ സ്ത്രീയെടുത്താൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും എന്നൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറയുന്ന അവസ്ഥ. രണ്ടാമത് ഞാൻ ഇടുക്കി ജില്ലയിലെ ഭാഗങ്ങളാണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എറണാകുളം കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് ഞാൻ അടുത്ത ജില്ലയിലേക്ക് പോവും. എല്ലാം ചെയ്ത് ഈസിയായിട്ട് നേടാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ആ തന്നത്.